ഓരോ ആളുകളെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പല പ്രോഡക്റ്റും ഉണ്ട്. ക്വാളിറ്റി പ്രോഡക്റ്റ് പറഞ്ഞ സമയത്ത് ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു കോർ വാല്യൂ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇൻടെക് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടർ ഹംസ സർ ആണ്. അപ്പോൾ ഇൻടെക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സ്റ്റോറി എന്താണെന്നും പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ ആശയം എന്താണെന്നൊക്കെയാണ് സാർ ഇന്ന് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആൾറെഡി ഒരു NRI ബിസിനസ്സാണ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊരു സംരംഭം എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചനയിൽ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലായി. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാലൂർക്കോട്ട എന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥാപനം നിലനിൽക്കുന്നത്. പ്രൊഡക്റ്റിനെ പറ്റി അന്ന് ഈ ഹോസ്പിറ്റൽ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളൊരു നോളജൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തു. അത് ഞങ്ങൾ രാത്രിയും പകലും ആലോചിച്ച് ഞങ്ങളത് ഡെവലപ്പ് ചെയ്ത് അന്നൊരു ചെറിയ ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത ഷെഡിലും കൂടെ കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് മിഷനറി ചെയ്ത് വലുതാക്കി എടുത്ത് ഞങ്ങളെ ഒരു പ്രതീക്ഷ എന്താണെന്നുള്ളത് അന്ന് തന്നെ ആൾ കേരള ലെവലിൽ നമുക്കൊരു നല്ല ഉയർന്ന ലെവലിലുള്ള നല്ല പേഷ്യൻറ്റിന് കംഫോർട്ടായിട്ടുള്ള ഫർണിച്ചർ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ലെവലിൽ സപ്ലൈ ചെയ്യുക. മൊത്തത്തിൽ CEO ഓഫ് ഇൻടെക് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ്. അബ്ദുൽ സലാം സാറാണ് കൂടെയുള്ളത്. സാറ് നമുക്ക് ഇൻടെക്കിൻ്റെ ഓരോ പ്രോഡക്ട്സിനെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മൾട്ടി ട്രീറ്റ്മെൻറ്റ് ചെയറാണ്. ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 4 അവർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയത് കാരണം തന്നെ പേഷ്യൻസിന് അവർക്ക് വേണ്ട പൊസിഷനിൽ ഇത് നമുക്ക് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇത് ഈ ഹാൻഡ്സെറ്റിൽ വെച്ചിട്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. OPD ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന കൺസൾട്ടിങ് റൂമിൽ എക്സാമിനേഷൻ ടേബിൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിനുള്ളത്. ഇതിനകത്ത് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാക്ക് റെസ്റ്റ് എലിവേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ടിഷ്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഹോൾഡറും കാര്യങ്ങളും സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇതൊരു കോളം ബേസ്ഡ് ഒരു കോളത്തിലാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് നമ്മൾ LDRP സ്യൂട്ട് റൂമിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണല്ലോ. അപ്പോൾ അതായത് ഡെലിവറി പേഷ്യൻ്റ് അഡ്മിറ്റായ സമയം തൊട്ട് ഡെലിവറി കഴിഞ്ഞത് പോകുന്നത് വരെ ഈ ബെഡിനകത്ത് തന്നെയാണ് നമ്മൾ അവരെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ലിത്തോട്ടമി ഡെലിവറിൻ്റെ ടൈമിൽ ഇത് ലിത്തോട്ടമി പൊസിഷനിൽ കൊടുത്തിട്ട് ഇതിനെ പിന്നെ ചെയ്യാൻ പറ്റും. അതും ഇത് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 2 കോളത്തിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ മെത്തേഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും അഡ്വാൻസ്ഡ് മോഡൽ 5 ഫംഗ്ഷനാണ്. ഇതിൻ്റെ താഴെയുള്ള 2-3 കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റും കൂടെ ഉണ്ട്. ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ബെഡ് വന്നിട്ട് പ്ലാറ്റ്ഫോം വന്നിട്ട് റിമൂവബിളാണ്. പിന്നെ 4 സെക്ഷനായിട്ട് വരും. അതേപോലെ തന്നെ ഈ ലെങ്ത്ത് കൂടിയ പേഷ്യൻ്റ് വരുമ്പോൾ ബെഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടെ ഉണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഈ മാനുവൽ CPR ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ടിൽ ബട്ടൺ അമർത്തി നിൽക്കാതെ തന്നെ സഡൻലി ഇതിനെ ഒരു 180 ഡിഗ്രിയിൽ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച്ഡ് പ്രോഡക്റ്റായിട്ട് ഒരു കാർഡിയാക് ടേബിൾ ഗ്യാസ് സ്പ്രിങ് മെത്തേഡിൽ ചെയ്യുന്ന കാർഡിയാക് ടേബിൾ ഉണ്ട്. ഇത് പ്രിസ്ക്രിപ്ഷനൊക്കെ ഡോക്ടേഴ്സിന് എഴുതാനായിട്ട് ഇത് ഇങ്ങനെ 2-3 ആംഗിളിൽ നമുക്കിത് ചരിച്ച് വെക്കാൻ പറ്റും. അത് കൂടാണ്ട് ഒരു സ്റ്റോറേജ് ഏരിയ, ബെഡ് സെൽ ലോക്കർ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നമുക്ക് എക്കണോമി ഓരോ ആളുകളെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പല പ്രോഡക്റ്റും ഉണ്ട്. അത് കൂടാണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമറെ എന്താണോ അവരെ റിക്വയർമെൻറ്റ് അതനുസരിച്ച് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഉണ്ട് ഫാക്ടറിയിൽ. എന്താണ് നിങ്ങളുടെ X ഫാക്ടർ? മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ആഫ്റ്റർ സെയിൽ സർവീസാണ്, പിന്നെ ഓൺ ടൈം ഡെലിവറി, പിന്നെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ക്വാളിറ്റി പ്രോഡക്റ്റ് പറഞ്ഞ സമയത്ത് ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു കോർ വാല്യൂ എന്ന് പറയുന്നത്.